ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 10ാമത്തെ ദിവസമാണ്. ഇപ്പോഴുള്ളത് ഡൽഹിയിലാണ്. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കുത്തബ് മിനാർ കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നിവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ കുത്തബ് മിനാർ 7 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 8 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ എത്തി. എന്തായാലും നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗിയിൽ ഒരിക്കലും വീഡിയോയിലൂടെ കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കാണേണ്ട നിർമ്മിതികളാണ്. എന്താ പറയുക, അമേസിങ്. ഒക്കെ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ. അത് മൊത്തം മാർബിളിൻ്റെ ഏതൊരു വെറൈറ്റി കല്ലാണ്. ചുവന്ന കല്ലുകളാണ്, ചുവപ്പും വെളുപ്പും ഒക്കെ കല്ലുകളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഡിസൈൻസാണ്. അത് കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഓരോ നിർമ്മിതികളാണ് ഇതൊക്കെ. ശരിക്കും നേരിട്ട് കാണാനുള്ളതുണ്ട്. ആ കുത്തബ് മിനാറിൻ്റെ വലിയ ഇതുണ്ടല്ലോ, അതിൻ്റെ ചുറ്റിനൊക്കെ അടിപൊളി കൊത്തുപണികളാണ്. ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട സംഭവമാണ്. നമ്മളിവിടെ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. നല്ല ഒഴിഞ്ഞു കിടക്കുകയാണ്, നല്ല ശാന്തമായ ഇത്. ഇതൊക്കെ കണ്ടില്ലേ, കരിങ്കല്ലിൻ്റെ പില്ലറിൽ ഉയർത്തിയിട്ട് മുകളിലും കരിങ്കല്ല് വെച്ചിട്ട് തന്നെ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. ഫുള്ള് കരിങ്കല്ലുണ്ട്. അടിപൊളി. എന്താ പറയുക, അതൊക്കെ ശരിക്കും നേരിട്ട് കണ്ടാലാണ് ഇതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫീൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. രാവിലെ നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ വന്നാൽ എന്തായാലും നന്നായി. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇവിടെ ഹുമയൂൺസ് ടൂംബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മാരകം കൂടിയുണ്ട്. അത് കാണാനാണ്. ഇവിടെയും കുറേ സ്കൂൾ കുട്ടികളെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ശാന്തമായ സ്ഥലം ഉണ്ടല്ലേ, വലിയ ബഹളമൊന്നുമില്ല. ആരും ബഹളം വയ്ക്കണമൊന്നുമില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ജയ്പൂരൊക്കെ പോയപ്പോൾ ഭയങ്കര ക്രൗഡഡൊക്കെ ആയിരുന്നു. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആൾക്കാരുണ്ടെങ്കിലും ശാന്തമാണ്. ഇത് ശരിക്ക് എന്താ പറയുക, ഒരു മിനി താജ്മഹൽ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. താജ്മഹലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. കാരണം ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് ശരിക്ക് കുറേ ശവകുടീരങ്ങളാണിത് മൊത്തം. കല്ലറകളുണ്ട്, അതിൻ്റെ മുകളിൽ പണിത് ഉയർത്തിയേക്കുന്ന ശവകുടീരങ്ങളാണ്. താജ്മഹൽ പോലെ തന്നെ വേറെ ഏതൊരു രാജാവ്, ഹുമയൂൺ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ശവകുടീരവും അവരുടെ ഫാമിലിയുടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ശവകുടീരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ഭുതങ്ങളാണ്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും റിസ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ശരിക്കും ഇതിൻ്റെ മെയിൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നശിച്ചു തുടങ്ങിയിട്ട് പിന്നെ രണ്ടാമത് പുതുക്കി പണിത് ഭംഗിയാക്കി എടുത്തതാണ്. എന്തായാലും ഒന്നും പറയാനില്ല, അമേസിങ്. ഇതാണ് ആ മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ അവിടുത്തെ ഒരു ഗേറ്റ് പോലത്തെ ഇതാണ് ഹുമയൂൺസ് ടൂംബ് എന്ന് പറയുന്നത്. കാണുമ്പോൾ ചെറിയൊരു താജ്മഹൽ പോലെ നമുക്ക് കാണാം. അപ്പോൾ ഹുമയൂൺസ് ടൂംബിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നത് ഓൾഡ് ഡൽഹിയിലേക്കാണ്. ഓൾഡ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇത് പള്ളിയാണ്, അപ്പോൾ ഒരു മസ്ജിദാണ്. അപ്പോൾ അവിടെ കയറാൻ പാടില്ലല്ലോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ കയറിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഇടിക്കുന്നത് നോക്കിയപ്പോൾ വേറെ സംഭവം വേറെ ഒന്നുമല്ല, ആളുടെ പേഴ്സ് തട്ടിപ്പറിച്ച് ഓടിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് കാണണ്ടെന്ന് വിചാരിച്ചു. പാർക്ക് ചെയ്യാൻ വേറെ മറ്റേ പേ ആൻഡ് പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഞങ്ങൾ, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല, നേരെ പോന്നു. അവിടെ നിന്ന് പിന്നെ നേരെ അടുത്ത് തന്നെയാണ് റെഡ് ഫോർട്ട്, അത് കാണാൻ വേണ്ടി വന്നു. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു, അത് കാരണം അത് കാണാൻ പറ്റിയില്ല.
പിന്നെ ഞങ്ങൾ നേരെ ഇന്ത്യ ഗേറ്റ് പോയി. ഇന്ത്യ ഗേറ്റ് പോയിട്ട് ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടു. അപ്പോൾ അതിന് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു സമയം. അതൊക്കെ കണ്ട് അവിടെ നിന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വേറെ 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു. അക്ഷാർധം, ലോട്ടസ് ടെമ്പിൾ, ഇവിടെയൊക്കെ പോയി. അവിടെയൊക്കെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അതൊക്കെ ക്ലോസ്ഡ് ആണ്. അവിടെ മൺഡേസിൽ അവിടെ ഓപ്പൺ അല്ല. ലോട്ടസ് ടെമ്പിൾ, അക്ഷാർധം, റെഡ് ഫോർട്ട്, ഇത് മൂന്നും ഡൽഹിയിൽ മൺഡേസിൽ ഓപ്പൺ അല്ല. അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ എത്തിയപ്പോഴത്തേനും സമയം 2 മണിയായി. ലേശം ഫുഡൊക്കെ കഴിച്ച് എത്തിയപ്പോഴത്തേനും 2 മണി 2:30 ശരിക്ക് 1 മണി വരെ അങ്ങോട്ടാണ് Booking.comന്റെ ടൈമിംഗ് പ്രകാരം ഈ ഹോസ്റ്റലിൽ നമുക്കുള്ളൂ. പക്ഷെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 3:30-4 മണി ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. യാതൊരുവിധ പ്രോബ്ലം ഞങ്ങൾക്ക് ചെക്കൗട്ടിൻ്റെ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഹോഗ് ഹോസ്റ്റൽ എന്നാണ്. HOG ഹോസ്റ്റൽ, ഹൗസ് ഓഫ് ജിപ്സി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് വരുന്നത് ഗ്രേറ്റർ കൈലാഷിലാണ്, ഡൽഹിയിൽ ഗ്രേറ്റർ കൈലാഷിൽ ഹേംകുണ്ട് കോളനിയിൽ. നല്ല അടിപൊളി ലൊക്കേഷനാണ്, നല്ല കാമായിട്ടുള്ള ലൊക്കേഷൻ. CCTV ക്യാമറകളെല്ലാം ഉണ്ട്. ഹോസ്റ്റലിൽ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കോളനിക്ക് കിടക്കുന്ന എല്ലാ ഗേറ്റിൻ്റെ അവിടെയും സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. ഇതിൻ്റെയൊക്കെ പുറമെ AC ഡോർമെട്രിയാണ്, വൈഫൈ ഫ്രീ ആണ്, രാവിലത്തെ ഭക്ഷണം ഫ്രീ ആണ്. രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താ ബ്രെഡും ബട്ടറും പിന്നെ പഴം, മുട്ട പുഴുങ്ങിയത്, കാപ്പി, ഇതൊക്കെയാണ്. ഇതൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കാണ്, ആവശ്യത്തിന് നമുക്ക് എടുത്ത് കഴിക്കാം. ഇതിനൊക്കെ കൂടിയ ഒരാൾക്ക് ആകെ 180 രൂപയാണ് വരുന്നത്. ഞങ്ങൾക്ക് 360 രൂപ രണ്ടാൾക്ക് ആണ് ആകെയുള്ളൂ, AC ഡോർമെട്രി ഇതൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു എക്കണോമിക്കലായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. നല്ല സ്റ്റാഫ്, നല്ല സർവീസ്. ഇപ്പോൾ ഡൽഹിയിൽ വരുന്നവർ, ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണത്. ഞങ്ങളിവിടെ ഒരു പുള്ളീനെ പരിചയപ്പെട്ടു. ആൾ സ്ലൊവേനിയക്കാരനാണ്. ആൾ ബൈക്ക് ഓടിച്ചിട്ട് പാകിസ്ഥാൻ വഴിയൊക്കെ ഇവിടെ എത്തിയേക്കാണ്. ആളും ഡോർമെട്രി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പരിപാടി ഇങ്ങനെയാണ്, 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ആൾ ബൈക്ക് എടുത്തിറങ്ങും. കുറേശ്ശെ ആൾ ഇന്ത്യയിലേക്കാണ് വന്നത്. നല്ല അടിപൊളി മനുഷ്യൻ. അങ്ങനെ ആൾക്ക് ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് വേറൊരു ഇത്. ആളിങ്ങനെ യാത്രകൾ ഇങ്ങനെ പോകും, ആരെ അറിയിക്കണ പരിപാടിയൊന്നുമില്ല. അങ്ങനെ എന്താ ജിന്നെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എന്നാലും അതിൻ്റെ ആ ഒരു ലിങ്ക് താഴെ ഇടാം. കാരണം ഇത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു സർവീസും, നല്ല എന്താ പറയുക, വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല സർവീസ് കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ പ്രൈവറ്റ് റൂംസ് ഉണ്ട്. അവിടെ അതിനത്ര 700 രൂപ സംതിങ് ആയിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഡൽഹിയിൽ വരുന്നവർക്ക് അതൊരു ഉപകാരപ്പെടും. കാരണം ഞങ്ങൾ പോയിട്ട് ആദ്യം നോക്കിയ റൂമുകൾക്കൊക്കെ 1000-1500 റെൻ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ വേറെയും കിട്ടുമായിരിക്കും, അറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് കിട്ടിയ ഈ ഒരു അറിവ് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുത്തേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഈ വഴി വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ എനിക്ക് ഡൽഹിയിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇവിടുത്തെ റോഡുകൾ. നമ്മൾ പലപ്പോഴും പല പോസ്റ്ററുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, വിദേശ റോഡുകൾ നല്ലതാണ്, ഇന്ത്യൻ റോഡുകൾ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമ്പയർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ. പക്ഷേ ഡൽഹിയിലെ ഈ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ റോഡുകളും അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ കുറച്ചൊന്നുമില്ല. എന്നിട്ടും നമുക്ക് സ്മൂത്തായിട്ട് ഇതിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഓൾഡ് ഡൽഹിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റോഡുകൾക്കൊന്നും വീതിയില്ല, നല്ല ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ന്യൂഡൽഹിയിലൊക്കെ ഇവിടെ എന്താ പറയുക, നോയിഡയും അതുപോലെ തന്നെ ഗുർഗണൊക്കെ, ഗുരുഗ്രാം എന്നാണ് ഇപ്പോൾ പേര് മാറ്റിയിരിക്കുന്നത്. അവിടെയൊക്കെ റോഡുകളൊക്കെ അടിപൊളിയാണ്. റോഡുകളുടെ ഗുണം മാത്രമല്ല, ആ ഇൻഫ്രാസ്ട്രക്ചർ അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ റോഡുകളൊക്കെ കുറ്റം പറയുന്നവരൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇടയ്ക്കൊക്കെ കാണുന്നത് നല്ലതാണ്. നമുക്കുണ്ട് നല്ല റോഡുകൾ ഒന്ന് അറിയാനായിട്ട്. അപ്പോൾ ശരിയാണ്, ബാക്കി ഭൂരിഭാഗം റോഡുകളും നമ്മുടെ സിറ്റിയിലത്തെ റോഡുകളും ഒക്കെ
മോശം തന്നെയാണ്, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ നമുക്കുണ്ട് നല്ല റോഡുകൾ. അങ്ങനെ എന്തായാലും ഇന്നത്തെ യാത്ര ഇനി അമൃത്സറിലോട്ടാണ്. അപ്പോൾ അമൃത്സറിൽ എന്തായാലും ഇന്ന് എന്തായാലും എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 450 കിലോമീറ്റർ ഉണ്ട് ഡൽഹിയിലേക്ക്. ഇന്ന് എത്താമെന്ന് വിചാരിച്ചിട്ടല്ല, നാളെ അത്രയും കുറച്ച് റൈഡ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് ദൂരം പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് വലിയ ധൃതിയൊന്നുമില്ല, റോഡൊക്കെ നല്ലതാണെങ്കിലും പതുക്കെ തന്നെയാണ് ഞങ്ങൾ പോയത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാനിപ്പട്ടിന് കുറച്ച് മുന്നേ നമ്മൾ സ്റ്റേ അടിച്ചു. നാളെ രാവിലെ പാനിപ്പട്ട് ഒരു ബ്രോയുടെ വീട്ടിലോട്ട് പോകണം. നമുക്ക് പരിചയമുള്ള ആളൊന്നുമല്ല. ഇന്നലെ ഇവിടെ ഡൽഹിയിൽ ഞങ്ങൾ റൂം നോക്കിയപ്പോൾ ഒക്കെ ഭയങ്കര റേറ്റ് കണ്ടപ്പോൾ നല്ല സജഷൻസിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ റൈഡിങ് കമ്മ്യൂണിറ്റിത്തെ ഒരു ബ്രദർ നമ്മളോട് പറഞ്ഞാണ്, അവിടെ നിങ്ങൾ പോകുമ്പോൾ ഇന്ന് രാത്രി അവിടെ പാനിപ്പട്ട് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പൊക്കോളൂന്ന്. ആളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമാകുന്നത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നാളെ രാവിലെ അവിടെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. രാത്രി പോയി സ്റ്റേ ചെയ്തവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർക്ക് സന്തോഷമായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം, 7 ദിവസം നല്ല ഇതിലെ മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വലിയ കാര്യമില്ലാത്ത മഴ കിട്ടി, വലിയ നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു. ഡൽഹിയിൽ എത്തിയപ്പോൾ മൊത്തത്തിൽ മാറി. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ ഇന്ന് രാത്രി കിടന്ന പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ട് ടെൻറ്റിൻ്റെ റെയിനിൻ്റെ കവറൊന്നും ഇട്ടില്ല. എന്നിട്ട് ഞാൻ മാത്രമേ ടെൻറ്റിൻ്റെ അകത്ത് കിടന്നുള്ളൂ. ചേട്ടൻ പുറത്ത് സ്ലീപ്പിംഗ് ബാഗറ്റൊക്കെ വിരിച്ചിട്ട് മറ്റേ ലഗേജ് പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ചിട്ട് ആൾ ടെൻറ്റിൻ്റെ പുറത്തവിടെ കിടന്നുറങ്ങി, ചൂട് സഹിക്കാൻ വയ്യാണ്ട്. അത്രയും ചൂടായിരുന്നു. പിന്നെ ചൂടുണ്ടെങ്കിലും വേറെ ഗുണം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അവിടെ പെട്രോൾ പമ്പിലത്തെ ചേട്ടൻ പറഞ്ഞു, വേണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അവിടെ വന്ന് അടുത്ത് ടെൻ്റ് അടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ഫാൻ ഉണ്ട്, അത് എക്സ്റ്റൻഷൻ ബോക്സ് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.